ടി.വി.കെക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപാരമായ ഒരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് ഇന്ന് ചാടും. സ്റ്റാലിനെ തോൽപ്പിക്കാനുള്ള കളികൾ അറിയാവുന്നവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടി.വി.കെയുടെ പിന്നിലുണ്ടായിരുന്നത് ജനങ്ങളുടെ ഇടയിൽ സ്റ്റാലിൻ മര്യാദക്കാരൻ കണ്ടോ, എന്തൊരു വലിയ ജനാധിപത്യവാദി. കാരണം ഇപ്പുറത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിരുന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൻ്റെ കൂടെ അല്ല ബി.ജെ.പിയുടെ കൂടെയോ കോൺഗ്രസിൻ്റെ കൂടെയോ ഒക്കെ ചേർന്ന് വേറെ പല കളികളും കളിക്കാമായിരുന്നു. ഒന്നും കളിക്കാതെ അദ്ദേഹം മാറി മൂലയ്ക്ക് നിൽക്കുന്നു. എന്നിട്ട് വിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയ് അവിടെ കയറി ഭരിക്കുകയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കക്ഷിയായിട്ട് കോൺഗ്രസ് വരികയും ഒക്കെ ചെയ്താൽ സ്റ്റാലിനാണ് അതിൽ ഏറ്റവും വലിയ ദോഷം. ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധ്യതയില്ലാതെ കയറിയിരുന്ന് തെമ്മാടിത്തരം കാണിക്കാനും കുതികാൽ വെട്ട് നടത്താനും ചാക്കിട്ടുപിടുത്തം നടത്താനും അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള ബാധ്യത ഗവർണർക്ക്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയം ഒരു ഡെഡ് ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണോ? തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി 108 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ വിജയുടെ ടി.വി.കെ അധികാരത്തിൽ ഏറുമോ ഇല്ലയോ? വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമോ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി? വിജയ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുകയാണ് എങ്കിൽ എന്തൊക്കെ വഴികളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം.എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമോ ഇപ്പോൾ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? വിജയ്ക്ക് അതിനുള്ള പക്വത ആയിട്ടില്ല എന്നുള്ളതാണ് വിജയുടെ ഇതുവരെയുള്ള നീക്കത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ, പ്രത്യേകിച്ച് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ അപാരമായ ഒരു മെയ്വഴക്കം വേണം, രാഷ്ട്രീയ പക്വത വേണം, രാഷ്ട്രീയ കുതന്ത്രങ്ങളില്ലെങ്കിലും തന്ത്രങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അത് വിജയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ. കാരണം ഈ ഡെഫിസിറ്റ് ആയിട്ടുള്ള 10 പേരെ ഒപ്പം എത്തിക്കണം അല്ലേ? ഒപ്പം എത്തിക്കുക. 11 ശരി, 107 അല്ലേ, 11 പേര് ശരിക്കും വേണം. കാരണം 108 എന്നുള്ളതിൽ 2 സീറ്റിൽ ജയിച്ചത് വിജയാണ്. അതെ. അപ്പോൾ ഭാവിയിലും അത് വലിയ പ്രതിസന്ധി വരാവുന്നതാണ്. അപ്പോൾ എന്തായാലും 10 കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ഈ സന്ദർഭത്തിലാണ് കോൺഗ്രസ് ചാടി വീണ് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചിന്ത മറ്റ് കക്ഷികളും കൂടെ ഇതിനകത്ത് വന്ന് ചേർന്നോളും, അപ്പോൾ ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഈ മന്ത്രിസഭയായി ചേർന്ന് പോകാം. പിന്നെ ഭാവിയിൽ ഒരു കാമരാജിനെ സൃഷ്ടിക്കുക. ബി.ജെ.പി പല മണ്ഡലങ്ങളിലും സൃഷ്ടിച്ചല്ലോ. ഇപ്പോൾ തൽക്കാലം പിന്തുണ കൊടുക്കുക. പിന്നെ അതിൽ നിന്ന് ഊർജം എടുത്തുകൊണ്ട് തങ്ങളുടേതായ ഒരു പ്രസ്ഥാനം തമിഴ്നാട്ടിൽ കെട്ടിപ്പടുത്ത് കോൺഗ്രസിൻ്റെ ശക്തി വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ഗൂഢതന്ത്രമായിരുന്നു അതിനകത്ത് പയറ്റിയത്. പക്ഷേ പയറ്റിയത് ആരുടെ അടുത്താണ്? സ്റ്റാലിൻ്റെ അടുത്താണ്. സ്റ്റാലിൻ എല്ലാ കളിയും പഠിച്ച ആളാണ്. നന്ദികേട്, നെറികേട് എന്നൊക്കെ അദ്ദേഹം പതുക്കെ പറഞ്ഞെങ്കിലും ഉറക്കെ ഇറുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിനെ. കോൺഗ്രസ് വലിയ വെട്ടിലായി. കാരണം ടി.വി.കെക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപാരമായ ഒരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് ഇന്ന് ചാടും. അപ്പുറത്തുനിന്ന് പോവുകയും ചെയ്തു, അമ്മാത്തുനിന്ന് പോന്നു, ഇല്ലത്തെത്തിയുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം രണ്ടും കെട്ട പരുവത്തിൽ കോൺഗ്രസ് ആവാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ CPI പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. CPI പറഞ്ഞിരിക്കുന്നത്, CPM പറഞ്ഞിരിക്കുന്നത്, പിന്നെ മറ്റ് ചെറിയ കക്ഷികളെല്ലാം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വിജയെ മുഖ്യമന്ത്രി ആക്കണം, അതിന് ഗവർണർ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്റ്റാലിൻ്റെ ബുദ്ധിയാണ്. ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ടി.വി.കെക്കെതിരല്ല, ഞങ്ങൾ ടി.വി.കെയിൽ വിജയ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഘോരഘോരം ശബ്ദിക്കുന്നയാളാണ് എന്ന് വരുത്തണം. എന്നാൽ അവർക്കറിയാം കേന്ദ്രത്തിലിരിക്കുന്നവർ അത്ര പെട്ടെന്ന് ഈ സംഗതി വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടാണ് രാജേന്ദ്ര ആർലേക്കറെ തന്നെ ഇടയ്ക്ക് ഭംഗിയായിട്ട് അവിടെ കൊണ്ടുവന്ന് ഗവർണറാക്കിയത്. വേറൊരു ഗവർണറെ ടെമ്പററി അദ്ദേഹത്തിന് മാറ്റിയല്ലോ, ബട്ട് വേറൊരു ഗവർണറെ അവിടെ വെക്കാവുന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള ഇഷ്ടം പോലെ ആള് ബി.ജെ.പിയിലുണ്ട്. പക്ഷേ രാജേന്ദ്ര ആർലേക്കറെ പോലെ ഒരു ബുദ്ധിമാൻ, ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ഇവിടെ പിണറായി വിജയനെ വരെ മുട്ടുകുത്തിച്ച ഒരു ഗവർണറാണ്. ആ ഗവർണറെ തന്നെ അവിടെ ആക്കിയതിനാണ് അറിയാം അവർക്ക് വരുന്നു രാഷ്ട്രീയ കളി ഇലക്ഷന് ശേഷം. കാരണം തങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും കിട്ടില്ലെന്ന് അവർക്കറിയാം. 27 സീറ്റാണ് കൊടുത്തത്, ചിലപ്പോൾ 7, 8, 10 ഒക്കെ കിട്ടിയെന്നിരിക്കും എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. പക്ഷെ അതുപോലും ഇപ്പോൾ കിട്ടിയില്ല, ഒന്നേ കിട്ടിയുള്ളൂ എന്നുള്ളത് വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ബി.ജെ.പി ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്.
തമിഴ്നാട് രാഷ്ട്രീയം ഒന്ന് കലക്കി മറിക്കണം. കലക്കി മറിക്കുക. TVKയുമായി ആദ്യം സഖ്യത്തിന് ശ്രമിച്ചായിരുന്നു. അല്ല, അത് നേരായ ഒരു മര്യാദ വഴി ഒത്തിരി ശ്രമിച്ചു. അതായത് കരൂർ സംഭവം നടന്നപ്പം നിന്നെ ഞങ്ങളിങ്ങ് എടുത്തേക്കാം മോനെ എന്ന് പറഞ്ഞില്ലേ, രക്ഷിച്ചു. അവിടെ എൻക്വയറി ഒക്കെ നടക്കുന്നതിനേക്കാൾ വലിയ എൻക്വയറി CBI വന്നാൽ ഞങ്ങൾ നടത്തി, നിന്നെ ഇങ്ങ് മാമോദിസ മുക്കി എടുത്തേക്കാം, പിന്നെ ശരിയായ ജോസഫ് വിജയാക്കി അങ്ങ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ കളി വേറെ എന്നുള്ള മട്ടിൽ BJPയുടെ കളിയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് ഇനിയിപ്പോ വിജയ് സ്വമേധയാ മടങ്ങിയെത്തണം, BJP ഒന്നുകിൽ എത്തയിട്ട് മടങ്ങിയെത്തണം. ഓക്കെ, അണ്ണാമലയെ വെച്ചും ഒരു ശ്രമം നടത്തി. അണ്ണാമലയെ കൊണ്ട് കരൂർ സംഭവത്തിൽ മുഴുവൻ അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല, മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിജയെ സപ്പോർട്ട് ചെയ്യിച്ചൊക്കെ നോക്കി. എന്നിട്ടും വിജയ് ഒതുങ്ങുന്നില്ല. അപ്പൊ വിജയുടെ കുഴപ്പമല്ല, വിജയുടെ പിന്നിൽ നിൽക്കുന്നവർ ഹിന്ദുത്വ മനോഭാവമുള്ള BJPയോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണ്. അവരതിനെതിരെ നിൽക്കുന്നവരാണ്. ആരായിരിക്കാമെന്നാണ് അങ്ങയുടെ അനുമാനം? അത് സ്വദേശത്ത് നിൽക്കുന്ന ചില വിദേശ ലോബികളാണ്. അതാണ് FCR ഇപ്പോൾ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള വലിയ രഹസ്യങ്ങൾ. അങ്ങനെ ഒരു വശം കൂടി അതിനുണ്ട്, വലിയ വശമുണ്ടല്ലോ. അതല്ലേ ഇത്തവണത്തെ ഇലക്ഷനിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് TVK ഇത്ര വോട്ട് കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ കൈ കാണിച്ചാൽ മാത്രം ഒരു ഇലക്ഷൻ ജയിക്കില്ല. അത് എത്ര പ്രഭാവമുള്ള ആളായാലും വെറുതെ കൈ കാണിച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല. അതിന് പിന്നിൽ താഴെ നല്ല ഒന്നാം തരം ഒരു ഒരു ബ്രെയിൻ വർക്ക് വേണം, നെറ്റ്വർക്ക് വേണം. ആ പ്രദേശം പല സ്ഥലത്തും അദ്ദേഹത്തിന് ഏജന്റുമാരില്ലായിരുന്നു, എന്നിട്ടും വോട്ട് കിട്ടി. അപ്പം എവിടെ നിന്നൊക്കെ പുഷ് ചെയ്ത് വിടാൻ ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ വളരെ നേരത്തെ പല ഞായറാഴ്ചകളിലും ഇങ്ങനെ ഓതിക്കൊടുത്ത് കറക്റ്റാക്കി നിർത്തിയിരുന്നു. അല്ലാതെ വിജയുടെ മാത്രം ഒരു വിജയമല്ല, വിജയുടെ പിന്നിലുള്ളവരുടെ വിജയമാണ് അത്. 70% വിജയാണെങ്കിൽ 30% വിജയുടെ പിന്നിലുള്ളവരുടെ വിജയമായിരുന്നു. ഇത് കേന്ദ്രത്തിന് നല്ലപോലെ അറിയാം, BJPക്ക് നല്ലപോലെ അറിയാം, DMKക്ക് നല്ലപോലെ അറിയാം. DMK കുത്തുവാള എടുത്തു. DMKയുടെ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ പോയി, പിന്നോക്ക വോട്ടുകൾ മുഴുവൻ പോയി, പിന്നെ ദളിത് വോട്ടുകൾ മുഴുവൻ പോയി. DMKക്ക് അതുകൊണ്ടല്ലേ സ്റ്റാലിൻ തോറ്റുപോയത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ സ്റ്റാലിൻ തോക്കുമെന്ന്? പിണറായി വിജയൻ തോറ്റാലും സ്റ്റാലിൻ തോക്കൂലായിരുന്നു. അതാണ് ലോകത്തെല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ പിണറായി വിജയൻ ജയിച്ചു, സ്റ്റാലിൻ തോറ്റു. എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഇവിടുത്തെ അത്രയും അവിടെ അലയടിച്ചിരുന്നില്ല. എന്നിട്ട് പോലും സ്റ്റാലിൻ അവിടെ തോറ്റത് സ്റ്റാലിനെ തോൽപ്പിക്കാനുള്ള കളികൾ അറിയാവുന്നവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. TVKയുടെ പിന്നിലുണ്ടായിരുന്നത്. TVKയുടെ ആരും അറിയാത്തൊരു ബേബിയല്ലേ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് ബിഗ് ബേബി ആയിട്ട് ജയിച്ചത്. ബാബു വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ബിഗ് ബാബു ആയിട്ട് ജയിച്ചത്. അതൊക്കെ അല്ല. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വലിയൊരു സംഘം വിജയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. അതെ, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും അവരാണ് വിജയുടെ തന്ത്രങ്ങളുടെ ആശാന്മാർ. വിജയുടെ പിന്നിലുണ്ടായിരുന്നു, അവർ ആയിരുന്നു. വിജയ് ഇറക്കിയത് മുതൽ അവര് കൂടെയുണ്ട്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഈ പറയുന്ന പ്രോംപ്റ്റ് ചെയ്ത് കിട്ടുമ്പോഴേക്കും താമസിച്ചു പോകും. നമ്മളൊരു രാഷ്ട്രീയക്കാരനാകുമ്പോഴേ, പത്രക്കാരോട് സംസാരിക്കുമ്പോൾ, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ഗവർണറോട് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും പ്രോംപ്റ്റിങ് പറ്റൂ. നമ്മുടെ മനസ്സിൽ നിന്ന് കുറെ സാധനം വരണ്ടേ, അത് വിജയ്ക്ക് ആയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ വിജയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്താണ്? വിജയ് ഏത് പാർട്ടിയുടെ സഹായമായിരിക്കും തേടുക? BJPയും DMKയും ഒപ്പം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ BJP അദ്ദേഹത്തെ സ്വന്തം പാളയത്തിലേക്ക് ക്ഷമാപണം നടത്തി എത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്നുമുണ്ട്. അതിനപ്പുറം മറ്റെന്തെങ്കിലും സാധ്യത വിജയ്ക്കുണ്ടോ? വിജയ് ആദ്യം പ്രതീക്ഷിച്ചെന്ന് അറിയുമോ? ഇപ്പോൾ ഇങ്ങോട്ട് കോൺഗ്രസ് ഇങ്ങോട്ട് വന്നു, പിന്നെ അവിടെ പിന്നെ CPI ഉണ്ട്, CPM ഉണ്ട്, പിന്നെ നമ്മുടെ VKC പാർട്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭൂരിപക്ഷമായി 120 പുറത്തായി. 126 മറ്റോ കിട്ടേണ്ടതാണ്. ഇതെല്ലാം കൂടെ ചേർന്ന്, ചെറു പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് അതെല്ലാം കൂടി ഇങ്ങനെ ഒഴുകിപ്പോരുമെന്ന് വിചാരിച്ച്. സ്റ്റാലിൻ ബുദ്ധിമാനാണ്. സ്റ്റാലിൻ കോൺഗ്രസ് വേണമെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. കാരണം ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതിനാണ് ആദ്യമേ ഉടക്കിയത്. നീ പോകുന്ന ഇപ്പോഴേ പൊക്കോന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പേ ഉടക്കി. അപ്പം അപ്പോഴേ പോയാൽ വഴിയാതാരാകുമെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. അതുകൊണ്ട് പതുങ്ങി നിന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല. ഒന്നാമത് സ്റ്റാലിൻ തകർന്നു, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഇല്ലം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഉള്ള പെട്ടിയും പിന്നെ എല്ലാം എടുത്തോണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസിനിപ്പം അവിടെ കയറിയെങ്കിലും അതിനേക്കാൾ തൃശ്ശം, അത് സ്റ്റാലിൻ്റെ ബുദ്ധിയാണ്.
അങ്ങനെ അവരെ ഇറക്കി വിട്ടപ്പം അവർ വിചാരിച്ചെന്തറിയാമോ, ഇതുപോലെ ഞങ്ങളെപ്പോലെ CPIയും CPMും മുസ്ലിം ലീഗും എല്ലാം ഇങ്ങ് പോരുമെന്നാണ്. പോരുമില്ല. അതാണ് സ്റ്റാലിൻ്റെ ആ ഒരു കോൺഫിഡൻസ്. സ്റ്റാലിൻ വിടേണ്ടവനെ മാത്രമേ വിട്ടുള്ളൂ, വിടണ്ടാത്തവരെ എല്ലാം അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഓഹോ. സ്റ്റാലിൻ വിചാരിച്ച ഈ കോൺഗ്രസിൽ 5 പേര് പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 3 ഇവിടെ പിടിക്കാം. ഇല്ല, അധികാരമില്ലാത്ത സ്റ്റാലിൻ അധികാരമില്ലെങ്കിലും സ്റ്റാലിനാണ്. സ്റ്റാലിൻ്റെ തന്ത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇലക്ഷന് മുമ്പ് ഇലക്ഷന് ശേഷമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉദയനിധി സ്റ്റാലിനാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. പക്ഷേ സ്റ്റാലിൻ്റെ തന്ത്രങ്ങൾ ചിലപ്പോൾ കരുണാനിധിയെ മികച്ചു നിൽക്കുന്നതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ മുന്നണി നിലനിർത്തിയ ആരാണ്? പക്ഷെ ആകെ തകർന്ന സ്റ്റാലിനല്ലേ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്, കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സ്റ്റാലിൻ. ആ സ്റ്റാലിൻ എല്ലാം കാണിക്കും. ഇപ്പം സ്റ്റാലിൻ പറയുന്നതും വിജയ് അധികാരത്തിൽ വരണമെന്നല്ലേ? അതാണ് സ്റ്റാലിന്റെ തന്ത്രം. താങ്കളാണ് അധികാരത്തിൽ വരേണ്ടത്. സമ്മതിക്കാത്തത് ആരാ? BJP. അപ്പം സ്റ്റാലിന്റെ ശത്രുവായിക്കൊണ്ട് വിജയെ തട്ടുക, സ്റ്റാലിന് BJPയെ തട്ടുക, ഈ രണ്ട് ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്. രണ്ടുപേർക്കും ഓരോ ഇടി കൊടുക്കുക. എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ സ്റ്റാലിൻ മര്യാദക്കാരൻ, കണ്ടോ എന്തൊരു വലിയ ജനാധിപത്യവാദി. കാരണം ഇപ്പുറത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിരുന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൻ്റെ കൂടെ അല്ല BJPയുടെ കൂടെയോ കോൺഗ്രസിൻ്റെ കൂടെയോ ഒക്കെ ചേർന്ന് വേറെ പല കളികളും കളിക്കാമായിരുന്നു. ഒന്നും കളിക്കാതെ അദ്ദേഹം മാറി മൂലയ്ക്ക് നിൽക്കുന്നു. എന്നിട്ട് വിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറയുന്നു. അല്ല, ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന AIDMKയുടെ MLA എല്ലാം റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ്, ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക. അതാണ് വിജയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്താണ്? ഇവിടെ സ്റ്റാലിൻ്റെ കക്ഷത്തിരിക്കുന്നവരെ പിടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് AIDMKയിൽ ഒരു പിളർപ്പുണ്ടാക്കുക. അതായത് ഇപ്പം പഞ്ചാബിൽ ഒരു സാധനം കിടക്കില്ലേ, 3-2. 3-2 വന്നാൽ മതി. ആ 3-2 ഒരു 40 പേരെ കിട്ടിക്കഴിഞ്ഞാൽ ആയി. ആ 40 പേരെ പിടിക്കാനുള്ള വകുപ്പ് OPS വഴി നടക്കും. പനീർസെൽവം വഴി നടക്കും. അപ്പോൾ പനീർസെൽവത്തിന് ചാക്കിട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പം. വിജയല്ല, വിജയൊന്നും അറിയുന്നതും കേൾക്കുന്ന പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പിന്നിലുള്ള ആളുകളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ശ്രമം നടക്കുന്നു. പനീർസെൽവത്തിന് AIDMKയിലെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പം ജയിച്ചവരും തോറ്റവരും എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മാറ്റാനും ഒക്കെയുള്ള ശക്തിയുണ്ട്. അത് പളനിസ്വാമിക്ക് അറിയാം. അതുകൊണ്ടാണ് പളനിസ്വാമി ഇവരെല്ലാം കൂടെ പിടിച്ച് റിസോർട്ടിലിരിക്കും. സംശയമുള്ള എല്ലാത്തിനെയും പിടിച്ച് പോണ്ടിച്ചേരി റിസോർട്ടിൽ കയറ്റി അവിടെ കിടന്ന് എലി കൂട്ടിനകത്ത് കറങ്ങുന്ന പോലെ MLA മാർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യം കണ്ടില്ലേ? അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. കാരണം ഇവന് പ്രശ്നം അതല്ല, അവിടെ പോയി മന്ത്രിയാവണ്ടേ. അതിന് പറ്റുന്നുമില്ല, കൂട്ടിനകത്ത് അകപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വന്ന് ഇവന്മാർ പോയാൽ ഡിഫമേഷൻ ആക്കണം. അപ്പം പിന്നെ സ്പീക്കറെ കൊണ്ട് അല്ലെങ്കിൽ കോടതി ചെന്ന് ഇവരുടെ MLA സ്ഥാനം തട്ടിക്കളയും എന്ന് പറഞ്ഞാലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ 28 പേര് പോലും അങ്ങനെ 28 പിടിച്ച് ഇപ്പം റിസോർട്ട് എന്ന ജയിലിലാക്കി വെച്ചിരിക്കുകയാണ് പളനിസ്വാമി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതാണ് വിജയ്ക്ക് മുന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോപ്പ് അല്ലേ? ഇവരെ പിളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊരു ഓപ്ഷനാണ്. ഇത് രണ്ടും നടക്കില്ല. ഇത് രണ്ടും അത്ര എളുപ്പമല്ല. കാരണം അവിടെ BJP ഉണ്ട്. അവിടെ BJP ഉണ്ട്. അങ്ങനെ വരുമ്പോൾ രാജേന്ദ്ര ആർലേക്കറിന്റെ റോള് വളരെ നിർണായകമാണ്. ഇവിടെ ആർക്കും ഭൂരിപക്ഷവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരെ രാഷ്ട്രപതി ഭരണത്തിന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാൻ സാധ്യത അവിടെ ഉണ്ട്. അല്ലെങ്കിൽ വിജയ് ഈ രണ്ട് മാർഗങ്ങളിൽ ഒന്ന് എടുക്കേണ്ടി വരും. BJPയുടെ മുന്നിലേക്ക് പോകേണ്ടി വരും. ആ രാഷ്ട്രപതി ഭരണം വരുന്നതിന് സ്റ്റാലിനും സന്തോഷമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയ് അവിടെ കയറി ഭരിക്കുകയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കക്ഷിയായിട്ട് കോൺഗ്രസ് വരികയും ഒക്കെ ചെയ്താൽ സ്റ്റാലിനാണ് അതിൽ ഏറ്റവും വലിയ ദോഷം. അപ്പോൾ സ്റ്റാലിൻ്റെ ഉദ്ദേശം രാഷ്ട്രപതി ഭരണം വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സ്റ്റാലിനായിരിക്കും. വിജയുടെ മുമ്പിൽ നിന്ന് എതിർക്കുമ്പോഴെങ്കിൽ കടുത്ത നീതിയാണ്, ഇത് കിരാത ഭരണത്തിൻ്റെ ലക്ഷണമാണ് മോദി കാണിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. കേന്ദ്ര ഗവൺമെൻറ്റും ഇവിടുത്തെ ആർലേക്കറും കൂടെ ചേർന്ന് വലിയ വിനയാണ് കാണിച്ചതെന്നൊക്കെ പറയും. പക്ഷേ സ്റ്റാലിൻ ആള് വേറെ. അത് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ മാത്രമല്ല, അതിനപ്പുറം അഗാധമായി പോയി നീരാളിപ്പിടുത്തത്തിൽ PhD എടുത്ത ആളാണ്. ഗവർണറുടെ പങ്ക് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങ് പറയുന്നത്, നിർണായകമാകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഗവർണർ ഏറ്റവും വലിയ ഒറ്റകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഗവർണർ അവിടെ കാണിക്കുന്നത് എത്രത്തോളം ശരിയാണ്? ഇത് ഭരണഘടന ശരിയായി പരിശോധിച്ചാൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് ഏറ്റവും പ്രധാന റോള് സ്റ്റേറ്റിൽ ഗവർണർക്കും കേന്ദ്രത്തിൽ പ്രസിഡന്റിനുമാണ്.
വിത്ത് ദ പ്ലഷർ ഓഫ് ഗവർണർ എന്നും വിത്ത് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്നുമാണ് പറയുന്നത്. എന്ന് പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇവരുടെ തോന്നിയാസത്തിനല്ല, പക്ഷേ ഇവർക്ക് വരുന്ന കക്ഷികൾ ഭൂരിപക്ഷം തെളിയിക്കാതെ കയറി തോന്നിയാസം കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഒരു മന്ത്രിസഭയെ തള്ളിയിടാൻ അവകാശമില്ല, ഒരു മന്ത്രിസഭ ഉണ്ടാകാൻ വരുന്നതിനെ നശിപ്പിക്കാനും അവകാശമില്ല. പക്ഷേ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധ്യതയില്ലാതെ കയറിയിരുന്ന് തെമ്മാടിത്തരം കാണിക്കാനും കുതികാൽ വെട്ട് നടത്താനും ചാക്കിട്ടുപിടുത്തം നടത്താനും അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള ബാധ്യത ഗവർണർക്കുണ്ട്. അതായത് വിത്ത് ദ പ്ലഷർ ഓഫ് ഗവർണറാണ്, അതല്ലാതെ വിത്ത് ദ പ്രഷർ ഓഫ് ഗവർണർ അല്ല. അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലഷർ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്ലഷർ എന്താണ്? ഈ നാടിന്റെ പ്ലഷറാണ്, തമിഴ്നാടിന്റെ താല്പര്യമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരു നമ്മളൊക്കെ അല്ലെങ്കിൽ സാധാരണക്കാർ കരുതുന്ന പോലെ BJP-യുടെ താല്പര്യമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം വരിക. BJP-യുടെ താല്പര്യങ്ങൾ അദ്ദേഹം അതിനിടയിൽ കൂടെ സംരക്ഷിക്കാൻ, ഭരണഘടനയുടെ നൂലാമലകൾക്കിടയിൽ കൂടെ സംരക്ഷിക്കാൻ മിടുക്കനാണ് രാജേന്ദ്ര ആൾരേക്കർ. അതുകൊണ്ടാണ് ഒരു ഗവർണറെ അർജന്റായിട്ട് പോസ്റ്റ് ചെയ്യാതെ അവിടെ രാജേന്ദ്ര ആൾരേക്കർ തന്നെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചത്. ഇത്തരം മലക്കം മറിച്ചിലുകൾ നടക്കുമ്പോൾ ഒരു ഉരുക്ക് സ്റ്റാച്യു പോലെ നിൽക്കാൻ കഴിവുള്ള ആളാണ് രാജേന്ദ്ര ആൾരേക്കർ. അതാണ് അദ്ദേഹത്തിനെ അവിടെ ഇറക്കി മരിച്ചിരിക്കുന്നത്, ഒരു റഫറി. അദ്ദേഹം ഇപ്പൊ കോടതി പോയാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഉടനെ തന്നെ കോടതി പോയി കഴിഞ്ഞാൽ ഭൂരിപക്ഷമുള്ള ആളിനെ, മെജോറിറ്റി ഉള്ള ആളിനെ വിളിച്ചില്ലല്ലോ. മെജോറിറ്റി ഉള്ള ആളിനെ വിളിക്കണം എന്നില്ല, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളിനെ വിളിക്കണം എന്നില്ല, പക്ഷെ മെജോറിറ്റി ഉള്ള ആളിനെ വിളിച്ചേ പറ്റൂ. ഇപ്പോൾ വിജയ്ക്ക് 118 സീറ്റ് കിട്ടിയെങ്കിൽ രാജേന്ദ്ര ആൾരേക്കർ ചോദിക്കാൻ അവകാശമില്ല. ഫ്ലോർ ടെസ്റ്റ് നടത്തി വേണോ അല്ലാതെ ഇവിടെ വെച്ച് വേണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. 118 സീറ്റ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഉണ്ട്, പിന്നെ അവിടെ ആർലേക്കർക്ക് ഒരു റോളും ഇല്ല. പക്ഷേ 108 സീറ്റുമായി നിൽക്കുമ്പോൾ താങ്കൾ എങ്ങനെ ഈ 10 ഒപ്പിക്കും എന്ന് ചോദിക്കാനുള്ള അവകാശം ഗവർണർക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്. പിന്നെ ആ അവകാശം ആർലേക്കർ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. കാരണം ഇവിടെ കുതികാൽ വെട്ടും പിന്നെ കച്ചവടവും നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല, അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എണ്ണമൊന്നും അറിയണ്ട, എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏത് പാർട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പുറത്തുനിന്നുള്ള പിന്തുണ ആണെങ്കിൽ അതിന്റെ കത്ത് കൊടുക്കണം. അതിന്റെ കത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഇവിടെ വന്ന് നിങ്ങൾ തലയെണ്ണ ഒന്നും വേണ്ട. ഫ്ലോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. സ്പീക്കർ പ്രോട്ടേം സ്പീക്കറിനെ വെച്ചിട്ട് തലയെണ്ണും, അവിടെ 118 ഉണ്ടോ അങ്ങനെ എണ്ണാനൊന്നും സ്പീക്കർ പറയുന്നില്ല. സ്പീക്കർ പറയുന്നത് എത്ര പേരുണ്ട് കൂടെ ഉണ്ട് അതൊന്നും അറിഞ്ഞാൽ മതി. ആ പാർട്ടിയുടെ നേതാവ് എനിക്കൊരു കത്ത് തന്നാൽ മതി, CPI-യുടെ 2 പേരുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ CPI-യുടെ പിന്തുണ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്നുള്ള ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷെ പ്രൊവൈഡർ അദ്ദേഹം വേറൊരാളെ വിളിക്കുക, ADMK വിളിക്കുകയാണ് ഇപ്പം മുന്നണി, അത് കോടതി ചെന്നാൽ ചോദിക്കും. എന്തുകൊണ്ട് വിജയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നിൽക്കുമ്പോൾ ADMK നിങ്ങൾ വിളിച്ചു, അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി അപ്പോഴേ വിധിയിടും. അദ്ദേഹം അത് ചെയ്യില്ല. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹം അതുകൊണ്ട് DMK വിളിക്കില്ല, ADMK വിളിക്കില്ല. വിളിക്കാൻ പോകുന്നത് വിജയ് തന്നെയായിരിക്കും. വിളിക്കാൻ പോകുന്ന വിജയ് എങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന് പറയണ്ടേ? ചുമ്മാ തരുന്ന അപ്പം തന്നെ അനുവദിച്ചു കൊടുക്കാൻ ഒക്കില്ലല്ലോ, മെജോറിറ്റി ഇല്ലാതെ. അതാണ് ആർലേക്കറുടെ ബുദ്ധി, അതാണ് ആർലേക്കർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ചതുരംഗം നിറഞ്ഞാടുന്ന തമിഴ്നാട്ടിൽ വിജയ്ക്ക് എളുപ്പമല്ല ഇനി മുന്നോട്ടുള്ള ഓരോ നിമിഷവും. നീരാളിപ്പിടുത്തത്തിൽ അദ്ദേഹം അകപ്പെട്ടു പോകുമോ? ആരുടെ നീരാളിപ്പിടുത്തം? അത് ചുറ്റും നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ, പ്രത്യേകിച്ച് സ്റ്റാലിൻ എന്ന ആ ഉടുമ്പ് രാഷ്ട്രീയ നേതാവിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അദ്ദേഹം പെടുമോ? BJP-യുടെ വലയിൽ അദ്ദേഹം വീഴുമോ? AIADMK-യെ പിളർത്തിയെടുത്ത് വലിയൊരു ഭാഗത്തെ തനിക്കൊപ്പം ചേർത്ത് ഭരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഒട്ടേറെ ചോദ്യങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഈ പരീക്ഷണത്തെ, ഈ അഗ്നി പരീക്ഷയെ വിജയ് എങ്ങനെ അതിജീവിക്കുന്നു എന്ന്. അതിനെ അതിജീവിച്ച് അദ്ദേഹം ദളപതിയായി വാഴുമോ, തമിഴ്നാട്ടിൽ വെട്രിക്കൊടി പാഴിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.